തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്ക് നിർത്താവേ, സ്തോത്രം ചെയ്യുന്ന നിർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവസ്വതാതെ എത്രത്തോളം ഞങ്ങളെ വഴിയർത്തിയ നന്മകൾക്കായ നദിയോട് സ്തോത്രത്തിൻ്റെ കൃപയുടെ സാധ്യത ഓരോ ദിവസവും കാത്തുരുവാരിക്കുന്ന അവൻ കൃപാൾക്കായ നന്ദിയോട് സ്തോത്രം. ഈ സമയത്ത് ഞങ്ങൾ അങ്ങയുടെ സരിയിലായിരിക്കാൻ തന്നിരിക്കുന്ന ഈ സാവകാശത്തിനായ സ്തോത്രം കർത്താവ്. ജനം അങ്ങയുടെ വചനം അങ്ങയുടെ അടിയനങ്ങയുടെ അങ്ങനെ നിറവിൽ കർത്താവ് തൻ്റെ ജനത്തിനെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ കർത്താവ്. എവിടെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും വീഴ്ചകളൊന്നും ഈ വചനത്തിൽക്കൂടെ കർത്താവ് അടിയങ്ങളോട് ഹൃദ്യമായ കർത്താവ് ഞങ്ങളുടെ പരിശുദ്ധാത്മാ ഇടപെട്ട് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തി കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ജീവിതം നയിക്കുവാൻ കർത്താവ് മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന കർത്താവ് ഞങ്ങളുടെ നിത്യരാജ്യത്തിലേക്ക് കർത്താവ് ഞങ്ങളെ ഒരുക്കത്തക്കോണം ഈ വചനങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ കൃപയുടെ സാന്നിധ്യം ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി വഴി നടത്തുന്നത് യേശുവിന്റെ പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവിട്ട കൃപകളാൽ ഒരു പ്രാവശ്യം കൂടെ പ്രകാരം തൻ്റെ ജനതയിലേക്ക് തന്ന എല്ലാ സാവകാശത്തിനായ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. നമ്മുടെ ജീവിത യാത്രയിൽ പലപ്പോഴും നാം കാണുന്ന ഒരു പ്രതിഭാസമാണ് അഭിമാനത്തോടെ ജീവിക്കണമെന്നുള്ള കാര്യങ്ങൾ. പക്ഷെ പലപ്പോഴും ഈ അഭിമാനം വർദ്ധിക്കുമ്പോൾ അതിനോടൊപ്പം വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ ധാർഷ്ട്യം അല്ലെങ്കിൽ ധിക്കാരം. അതിന് കാരണം ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം അഭിമാനം കൊള്ളുന്നെങ്കിൽ നാം ഒന്ന് പിന്നോട്ട്, അതായത് പണ്ടത്തെ കാലത്തെ ടേപ്പ് റെക്കോർഡിലൊക്കെ ഒരു റിവൈൻഡ് ഉള്ള പോലെ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് റിവൈൻഡ് ചെയ്ത് പിന്നോട്ട് പോയി ഒന്ന് നോക്കണം. ഇന്ന് ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളൊരു ചിന്ത കടന്നു വന്നാലോ ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഭിമാനം തനിയെ മാറിപ്പോവും, ധിക്കാരം ധാർഷ്ട്യം തനിയെ മാറിപ്പോവും. പക്ഷെ അതിനെക്കാട്ടി ഉപരി ഇന്ന് പലരും ചിന്തിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ നേടിയെടുത്തിരിക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത്. സമ്പത്തിൻ്റെ മേളിലുള്ള അഭിമാനം, കുഞ്ഞുങ്ങളുടെ മേളിലുള്ള അഭിമാനം. വചനത്തിൽ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, ഉദരഫലം ദൈവത്തിൻ്റെ ദാനമല്ലയോ. ആ ദാനത്തിന്മേലാണ് ഇന്ന് അനേകർ അഭിമാനം കൊള്ളുന്നത്. തന്മൂലം പലപ്പോഴും ഇവ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുക മാത്രമല്ല ദൈവസനയിൽ വീഴ്ത്തുവാനുള്ള ഇടയാക്കുകയാണ്. ആ വീഴ്ചകൾ എത്ര വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് പഴയ നിയമത്തിൽ വ്യക്തമായി പറയുന്നെങ്കിലും പുതിയ നിയമത്തിലും താക്കീതുകൾ നൽകുന്നുണ്ട്. ഈ സമയത്ത് അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ അഭിമാനവും ധാർഷ്ട്യവും മൂലം പ്രതിസന്ധികളിലായിരിക്കുന്ന ചില രാജാക്കന്മാരെ നാം ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും വീഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കത്തക്കണം എങ്ങനെ ആകുവാൻ കഴിയുമെന്ന് നാം പ്രാർത്ഥിക്കുകയും. ശലോമോൻ പിതാവ് ഏറ്റവും ജ്ഞാനികളുടെ ജ്ഞാനികളിൽ നിന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ദൈവസന്നിധിയിൽ വീണ ഒരു പിതാവായിരുന്നു. എങ്കിലും ആ ജ്ഞാനത്തിൽ നൽകിയിരിക്കുന്ന സദൃശവാക്യങ്ങൾ പലയിടത്തും ഈ ധിക്കാരമല്ലെങ്കിൽ ഈ ആത്മാഭിമാനം, അഭിമാനത്തെ പറ്റിയൊക്കെ അതിൻ്റെ വീഴ്ചകളെ പറ്റി ബോധ്യപ്പെടുത്തുന്നുണ്ട്. സദൃശവാക്യം 16:5 ഇപ്രകാരമാണ് പറയുന്നത്, ഹൃദയത്തിൽ അഹങ്കാരമുള്ളവരെയെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു, അവന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നത് തീർച്ചയാണ്. അവിടെ പറയുന്നത് ഹൃദയത്തിൽ അഹങ്കാരമുള്ളവരെല്ലാം യഹോവയ്ക്ക് വെറുപ്പാണെന്നാണ് പറയുന്നത്. വെറുപ്പ് ഒരു ദാക്ഷിണ്യമില്ലാത്തൊരു വാക്ക്. വെറുപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഇതിൽ ദൈവം നിർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പലപ്പോഴും നാം ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോയെന്ന് ചോദിച്ചാൽ ആർക്കും അതറിയാൻ കഴിയില്ല. കാരണം അതൊരു വികാരമാണല്ലോ. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും പ്രവർത്തികളുമാണ് നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടോയെന്ന്, ധാർഷ്ട്യമുണ്ടോയെന്ന്, ധിക്കാരമുണ്ടോയെന്ന് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. 2 ദിനവൃത്താന്തത്തിൽ
ഒരു രാജാവിൻ്റെ വീഴ്ചയെപ്പറ്റി, ഊസിയ രാജാവിൻ്റെ വീഴ്ചയെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 26:3-5 വരെ വായിക്കുമ്പോൾ, ഊസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവന് 16 വയസ്സായിരുന്നു. അവൻ 52 വർഷം യെരൂശലേമിൽ വാണു. അവൻ 52 വർഷം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യൊഖല്യ എന്ന പേരായിരുന്നു. അവന്റെ അമ്മയ്ക്ക് ഹെല്യ എന്ന പേരായിരുന്നു. അവൾ യെരൂശലേംകാരിയായിരുന്നു. അവർ യെരൂശലേംകാരിയായിരുന്നു. അവൻ തന്റെ പിതാവായ അമസ്യാവ് ചെയ്തതുപോലെ യഹോവയുടെ ദൃഷ്ടിയിൽ ശരിയായത് ചെയ്തു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. 2-3 കാര്യങ്ങളാണ് ഇതിൽ ആദ്യം. അതായത് 16-ാമത്തെ വയസ്സിലാണ് രാജഭരണം ഏറ്റെടുക്കുന്നത്. ആ 16-ാം വയസ്സ് തൊട്ട് പറയുന്ന അവൻ 52 വർഷം യെരൂശലേമിൽ വാണു. ഇവിടെ ഒന്നും വീഴ്ചകൾ പറയുന്നില്ല. അതുമാത്രമല്ല, അവൻ തൻ്റെ പിതാവിനെ ചെയ്ത പോലെ തന്നെ യഹോവയുടെ ദൃഷ്ടിയിൽ ശരിയായത് ചെയ്തു. അപ്പം ദൈവഹിതപ്രകാരമുള്ള ജീവിതവും പ്രവർത്തനവുമായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുമ്പോൾ, അവിടെ അന്ന് സെക്കരിയാവിൻ്റെ ആയുഷ്കാലത്തിൽ അവനെ എല്ലാ കാര്യത്തിലും വഴി നടത്തുകയും അതനുസരിച്ച് അവൻ യഹോവയെ അന്വേഷിച്ചും യഹോവ അവന് അഭിവൃദ്ധി നൽകുകയും ചെയ്തു. പലപ്പോഴും വീഴ്ചകൾ ആരംഭിക്കുന്നത് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം ആരുമായിട്ടാണ് ബന്ധം നിലനിർത്തുന്നത് നോക്കുമ്പോഴാണ്. ഇവിടെ സെക്കരിയാവിൻ്റെ കാലത്തിൽ അവൻ യഹോവയെ വ്യക്തമായി യഹോവയുടെ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചതായിട്ടാണ്. അതുമാത്രമല്ല, ദൈവം അവന് അഭിവൃദ്ധി നൽകിയെന്നുമാണ് പറയുന്നത്. അപ്പോൾ യഹോവയുടെ സാന്നിധ്യവും അല്ലെങ്കിൽ യഹോവയുടെ മനസ്സലിവും അനുഗ്രഹമൊക്കെ പ്രാപിച്ചെന്ന കാലയളവായിരുന്നു അത്. പക്ഷെ അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, അതായത് 2 ദിനവൃത്താന്തം 26-ന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് പാപം ചെയ്തു. അവൻ ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു ചെന്നു. ഇവിടെ നാം വായിക്കുമ്പോൾ പറയുന്നത് അവൻ ബലവാനായി കഴിഞ്ഞപ്പോൾ ഉള്ള മാറ്റമാണ് അവൻ്റെ ജീവിതത്തിൽ. അവിടെ യഥാർത്ഥത്തിൽ പ്രസ്താവിക്കുന്നത് ഒന്നുമില്ലായ്മത്തെ അവസ്ഥയിൽ, അതായത് ദൈവം അവനെ അഭിവൃദ്ധിയിലോട്ട് വളർത്തി കഴിഞ്ഞപ്പോൾ, ബലവാനായി കഴിഞ്ഞപ്പോൾ അതനുസരിച്ചുള്ള പ്രയാസങ്ങൾ ആണ് പിന്നെ സൃഷ്ടിക്കുന്നത്. പലപ്പോഴും ഇന്ന് നാം കാണുന്നത് ഇപ്രകാരമുള്ള സാഹചര്യങ്ങളാണ്. ഒന്നുമില്ലായ്മ അവസ്ഥയിൽ ദേവാലയങ്ങളിൽ കടന്നു വന്ന് പ്രവർത്തിക്കുകയും ദേവാലയ ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യും. നാം ഒരു കൂട്ടായ്മയിൽ കടന്നു പോകാൻ ഭയങ്കര തീഷ്ണതയോട് 7 മണിക്ക് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ 6:30 വന്ന് അവിടെ വേണ്ടിയ കാര്യങ്ങൾ ചെയ്യും, കൈത്താങ്ങുകൾ നൽകും, എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കും. പക്ഷേ ആ പ്രവർത്തന മേഖലകളിൽ ദൈവം അനുഗ്രഹിച്ച് സമ്പത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ 6:30 എന്നുള്ളത് 6:45 6:45 എന്നുള്ളത് 7 ആകും. പിന്നെ ചിലപ്പോൾ 7:15 7:30 മാറും. അതെന്തുകൊണ്ട്? ദൈവം തന്ന സമ്പത്ത്, ദൈവം തന്ന നന്മകൾ, അനുഗ്രഹങ്ങളിൽ അവർ അഹന്ത കൊള്ളാൻ ആരംഭിക്കുന്നു. അവിടെ ചിന്തിക്കുന്നത് ഇത് എൻ്റെ പ്രവർത്തന മൂലമാണ് ഞാൻ ഇതൊക്കെ അല്ലെങ്കിൽ എനിക്ക് ലഭ്യമാക്കുവാൻ കഴിഞ്ഞതെന്ന്. ദൈവത്തിൻ്റെ കരുണയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനമാണോ എന്ന് ചിന്തിക്കുവാൻ കഴിയാത്ത അവസ്ഥ. പ്രത്യേകിച്ചും സമ്പത്തുകൾ വർദ്ധിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ പഠിത്തങ്ങൾ, വിദ്യാഭ്യാസങ്ങൾ കഴിഞ്ഞ് ഇച്ചിരി വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചിന്തകൾ ഏറ്റവും വ്യത്യസ്തമായി മാറുന്ന അവസ്ഥ. പിന്നെ ഇനിയും ദേവാലയത്തിൽ കടന്നു പോയാലും കുഴപ്പമില്ല, അത് നയിക്കുന്ന ഇടയന്മാരെ വിമർശിക്കുന്ന അവസ്ഥകൾ, അങ്ങനെ പല പല കാര്യങ്ങളാണ് കേൾക്കുവാൻ ഇടയാകുന്നത്.
ഈ ഇടയൻ്റെ വാക്കുകൾ ശരിയല്ല, ഈ ഇടയൻ്റെ പ്രവർത്തനം ശരിയല്ല. അന്ന് വരെ ഒന്നുമില്ലായ്മയിൽ നിന്ന സമയത്ത് ഇടയൻ എന്ത് പറഞ്ഞാലും പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അനുസരിക്കുകയും ചെയ്ത അതേ വ്യക്തികളാണ് മുൻപോട്ട് വരുമ്പോൾ. ഇവിടെയും യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ ലഭ്യമായി അവൻ ബലവാനായപ്പോൾ അവൻ ചെയ്യാൻ പാടില്ലാത്ത, അതായത് ദൈവത്തിൻ്റെ ആരാധനകൾ, ദൈവം നൽകിയിരിക്കുന്ന ഓരോ പദവിക്കനുസരിച്ച് ശുശ്രൂഷകൾ ചെയ്യേണ്ട, പുരോഹിതന്മാർ ചെയ്യേണ്ട ശുശ്രൂഷയിലേക്ക് കൈ കടത്തുന്ന അവസ്ഥ, അതായത് ദൈവത്തെക്കാട്ടിൽ വലുതായെന്ന് ചിന്തിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ദൈവം എനിക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങളും നന്മകളും ചെയ്തിരിക്കുന്നില്ല, ഞാൻ എന്തും ചെയ്യുവാൻ കഴിയുമെന്നുള്ളൊരു ധാർഷ്ട്യം. അവിടെ പറയുന്നത് അവൻ ധൂപത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു എന്ന്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നാം ധൂപം കാട്ടാൻ കടന്നു പോകുന്നില്ലായിരിക്കും, പക്ഷേ നമ്മുടെ നാവുകൾ കൊണ്ട് ഒരു ഇടയനോ ഒരു ഇടയശ്രേഷ്ഠനോ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ധൂപം കാട്ടുന്നതിന് തുല്യമായ പാപമാണെന്ന് നാം ചിന്തിച്ചു കൊള്ളണം. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ ദൈവം അതിൻ്റേതായ രീതിയിൽ പ്രവർത്തിക്കുവാനും അതിൻ്റെ കാര്യങ്ങൾ നയിക്കത്തക്കവണ്ണം വ്യക്തികളും എല്ലാം ഒരുക്കിയിരിക്കുമ്പോൾ അവരെ ചോദ്യം ചെയ്യുന്നത് ധൂപം കാട്ടുന്നതിന് തുല്യമാണെന്ന് നാം ചിന്തിച്ചുകൊള്ളണം. അതിന് മുമ്പോട്ട് വായിക്കട്ടെ, 2 ദിനവൃത്താന്തം 26-17-18 വായിക്കുമ്പോൾ, അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് ചെന്ന് ഊസിയ രാജാവിനെ തടുത്തുകൊണ്ട് അവനോട് ഊസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർ അത്രേ അത് ചെയ്യേണ്ടത്. ഈ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നു എന്ന് ചെയ്തിരിക്കുന്നത് അത് നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നിനക്ക് മാനമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു താക്കീത് നൽകുന്നുണ്ട് ആ പുരോഹിതന്മാര്, അതായത് നീ ചെയ്യുന്നത് തെറ്റാണ്, കാരണം ഇതിന് വ്യക്തമായ വ്യക്തികളെ ദൈവം അതിന് വേണ്ടിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവർ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നീ അത് ചെയ്യുന്ന ലംഘനമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവെക്കാതെ അവിടെ ഊസ്യ രാജാവ് ചെയ്യുന്ന കാര്യം നാം ഒന്ന് ചിന്തിക്കുന്നു. അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് ഊസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിക്കുമ്പോൾ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികിൽ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. ഇന്ന് പലപ്പോഴും നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, പണ്ടത്തെ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകം ഇത്രമാത്രം വഷളം നിറഞ്ഞൊരു ലോകമാകത്തില്ലായിരുന്നു. ഇടയന്മാരെയും ഇടയശ്രേഷ്ഠന്മാരെയും വിമർശിക്കുന്നതിന് മുമ്പൊന്ന് ചിന്തിച്ചേരെ. ഇന്ന് കരുണായുഗമായിരിക്കുന്നതുകൊണ്ട്, കൃപായുഗമായിരിക്കുന്നതുകൊണ്ട് ദൈവം മാനസാന്തരത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. തെറ്റ് വന്നുപോയി, ഈ തിരിച്ച് കടന്നു വരിക. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ കോപം ആ ക്ഷണത്തിൽ പ്രവർത്തിച്ച് കുഷ്ഠത്തിലേക്ക് നയിക്കുന്നു. അതായത് കുഷ്ഠം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലയളവിൽ പിന്നെ ആ ദേശത്തെങ്ങും പോലും താമസിക്കാൻ ദേശത്തിൻ്റെ പുറത്താക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിലേക്കൊരു രാജാവ്, ദൈവത്തെ അറിഞ്ഞ രാജാവ്, ദൈവഹിതപ്രകാരം ജീവിച്ച രാജാവ്, എങ്കിലോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ സമ്പന്ന കാര്യങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൻ്റെ അഹന്തയിൽ ദൈവവിരോധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവസ്ഥ. രണ്ടാമതൊരു രാജാവിനെ നമുക്ക് കാണാം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവ്, ദാനിയേലിൻ്റെ പുസ്തകം 4:29-32 വരെ വായിക്കുമ്പോൾ,
12 മാസം കഴിഞ്ഞ് 12 മാസം കഴിഞ്ഞ് അവൻ ബാബിലോണിൻ രാജമന്ദിരത്തിന്മേൽ ഉലാത്തിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ശക്തിയുടെ പ്രഭാവത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി പണിത മഹദിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു. രാജധാനിയായി പണിത മഹദിയാം ബാബിലോൺ അല്ലേ എന്ന് രാജാവ് പറഞ്ഞു. ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായത് നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ വാസം കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. നീ കാളയെ പോലെ പുല്ല് തിന്നും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അവൻ അത് തനിക്ക് ഇഷ്ടമുള്ളവന് കൊടുക്കുകയും അവന് തനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതെന്ന് നീ അറിയുന്നതുവരെ നിനക്ക് 7 കാലം കഴിയും. അതായത് സമൃദ്ധിയുടെ അഹന്തയിൽ കടന്നു വന്നപ്പോൾ, അതിമനോഹരമായ കാര്യങ്ങൾ പടുത്തുയർത്തു കഴിഞ്ഞപ്പോൾ, അഹന്തയിൽ നിന്നുള്ള വാക്കുകളാണ് നാവിൽ വരുന്നത്. ഇന്ന് പലപ്പോഴും നാം ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാക്കുന്നത് നമ്മുടെ അഹന്തയിൽ നിന്നുള്ള വാക്കുകളാണ്. ജീവിതത്തിൽ ആ അഹന്തയില്ലെങ്കിൽ, അഹങ്കാരത്തോടെയുള്ളൊരു ജീവിതമല്ലെങ്കിൽ പാപത്തിലേക്ക് വീണു പോകാനുള്ള സാധ്യത കുറയും. പാപത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് വീണു പോകാൻ ഇടയാക്കുന്നത് നമ്മുടെ അഹന്തയുള്ള ജീവിതമാണ്. അതിന് കാരണം ദൈവം നമുക്ക് നൽകുന്ന സമ്പത്തിനും താലന്തുകൾക്കും തരുന്ന സാഹചര്യങ്ങളിൽ അഹങ്കരിച്ചുള്ള അഹന്ത കടന്നു വരുന്ന അവസ്ഥ. ഇവിടെ നെബൂഖദ്നേസർ രാജാവ് അത് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ന്യായം അവിടെ വരികയാണ്. അത് 7 വർഷം. പക്ഷെ 7 വർഷം കഴിഞ്ഞ് തിരിച്ച് ബോധം കിട്ടുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രാജാവായിട്ടാണ് മാറുന്നത്. അപ്പോൾ വീഴ്ച എവിടെയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വിധേയമായി തിരിച്ച് ദൈവം മടക്കിക്കൊണ്ടുവരുന്ന ഒരു അവസ്ഥയുമുണ്ട് ഇവിടെ. ആദ്യത്തെ ഉസിയ രാജാവിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ എന്താണ്? എന്നേക്കും ആ പട്ടണത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന അവസ്ഥ. കാരണം ആ കാലയളവിൽ കുഷ്ഠം വന്നു കഴിഞ്ഞാൽ പിന്നെ രാജാവാന്ന് പറഞ്ഞാൽ പോലും അവിടെ നിർത്താൻ കഴിയത്തില്ല. ഇവിടെ ദൈവം ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. ആ അവസരം ഉപയുക്തമാക്കി 7 വർഷം കഴിഞ്ഞ് സുബോധം ലഭ്യമാകുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അവസ്ഥ. മുമ്പോട്ട് വായിക്കുമ്പോൾ അവൻ്റെ മകൻ ബെൽഷസറിനെ പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ പിതാവിൻ്റെ അവസ്ഥ അറിയാവുന്നവനാണ്. എന്നിട്ടും ദൈവസന്നിധിയിൽ വീഴുന്ന അവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ദാനിയേൽ പ്രവാചകൻ 5:24 തൊട്ട് 28 വരെ വായിക്കുമ്പോൾ, ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു. എഴുതപ്പെട്ടത് ഇപ്രകാരമായിരുന്നു, മേനെ മേനെ തേക്കൽ ഊഫർസീൻ. കാര്യത്തിന്റെ അർത്ഥം ഇതാകുന്നു. മേനെ എന്നാൽ ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്നാൽ തുലാസിൽ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്നാൽ നിന്റെ രാജ്യം വിഭജിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് നടക്കുവാൻ ഇടയായത്? സമ്പന്നതയുടെ മധ്യത്തിൽ ഒരു വലിയ ആഘോഷം നടത്തുകയാണ്. ആഘോഷത്തിന് ഉപയുക്തമാക്കുന്നത് യെരുശലേമിൽ നിന്ന് പിടിച്ചടക്കിയ വിശുദ്ധ വസ്തുക്കൾ അല്ലെങ്കിൽ പാത്രങ്ങളിലാണ് അവിടെ ആഘോഷങ്ങൾ നടത്തുക. അതിൽ വീഞ്ഞും ഇതൊക്കെ ഒഴുക്കി അവനോടൊപ്പം അവൻ്റെ ആ രാജസന്നിധിയിലുള്ള എല്ലാവരുമായിട്ടൊരു വിരുന്നും വലിയ ആഘോഷം നടത്തുമ്പോൾ ദൈവം
അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ദൈവത്തിൻ്റെ പത്തി അവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ വിരലുകൊണ്ട് അവൻ്റെ ന്യായവിധി എഴുതുന്നു. അതെന്താണ്? അവൻ പറയുന്നത് അവൻ്റെ രാജ്യം വിഭജിച്ചു കൊടുക്കുന്നെന്നാണ്. അവൻ ആ രാത്രിയിൽ കൊല്ലപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 3 വ്യത്യസ്തമായ രാജാക്കളുടെ ജീവിതം, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചവർ. ഒന്ന്, ദൈവ സ്വഭാവത്തിൽ ദൈവ കൃപയിൽ ജീവിച്ചിട്ട് അനുഗ്രഹത്തിൻ്റെ സമ്പത്തിൻ്റെ വർധനവ് വന്നപ്പോൾ അഹങ്കരിച്ച് പുരോഹിതന്മാർ ചെയ്യേണ്ട പ്രവർത്തനത്തിനായി അറിഞ്ഞിത്തിരിക്കുക. തന്മൂലം കുഷ്ഠം ആണ് കിട്ടിയിരിക്കുന്നത്. കുഷ്ഠം വന്നു കഴിഞ്ഞാൽ ആരും ബഹുമാനിക്കത്തില്ല. അതായത് ഒരു രാജാവിൽ നിന്ന് ബഹുമാനമില്ലാത്തൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കും. രണ്ടാമത് നെബൂഖദ്നേസർ രാജാവ് എല്ലാ നന്മകളിലും എല്ലാ കാര്യങ്ങളും ഒരുക്കി, പക്ഷേ നാവിൽ നിന്ന് വന്ന ഞാൻ എൻ്റെ മഹത്വത്തിനായി ഒരുക്കപ്പെട്ട ബാബിലോണല്ലേ. തന്മൂലം 7 വർഷത്തേക്ക് ഒരു മൃഗത്തെ പോലെ ജീവിക്കുന്ന അവസ്ഥ. പക്ഷെ തിരിച്ച് കടന്നു വന്നപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തു. ആ രാജാവിൻ്റെ മകനാണ് ബെൽഷസ്സർ. അപ്പോൾ ദൈവത്തിനെതിരെ ചിന്തിച്ചാൽ പ്രവർത്തിച്ചാൽ എന്ത് ഭവിഷ്യത്തുകളെന്ന് അറിയാവുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ടും സ്വന്തം മഹത്വത്തിനുമായി സ്വന്തം പ്രവർത്തനത്തിനായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവൻ്റെ ഉന്മൂല നാശത്തിലേക്കാണ് നയിക്കുന്നത്. നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യവുമായ കൊള്ളട്ടെ, ദൈവം നമ്മളെ കോരിയെടുത്ത് അനുഗ്രഹങ്ങളുടെ പാറമേൽ നിർത്തുമ്പോൾ ആ പാറമേൽ നിന്നുകൊണ്ട് ഇതെൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഈ പാറമേൽ നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ചയുടെ ആരംഭം കുറിക്കുമെന്ന് ചിന്തിച്ചു കൊള്ളുക. അഹന്ത മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക മാത്രമാണ് ചെയ്യുന്നത്, അടുപ്പിക്കുകയല്ല ചെയ്യുന്നത്. അഹന്ത കടന്നു വരുമ്പോൾ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അത് പ്രതിഫലിച്ച് ആരംഭിക്കും. സദൃശവാക്യങ്ങൾ 16-18-19 വായിക്കുമ്പോൾ അഹങ്കാരം നാശത്തിന്റെയും ഉന്നതഭാവം വീഴ്ചയുടെയും മുന്നോടിയാകുന്നു. ഉന്നതഭാവം വീഴ്ചയുടെ മുന്നോടിയാകുന്നു. ഗർഭികളോടുകൂടെ കവർച്ച മുതൽ പങ്കിടുന്നതിനേക്കാൾ നല്ലത് താഴ്മയുള്ളവരോടുകൂടെ വിനയമുള്ളതിന് അരിക്കുന്നതാണ്. ഗർഭികളോടൊപ്പം ഒരു മേശ സംബന്ധിക്കുന്നതിനെക്കാട്ടി നല്ല താഴ്മയുള്ള ഒരു വ്യക്തിയോട് അല്പം സമയം ചെലവഴിക്കുന്നതാണ്. പറയുന്ന അഹങ്കാരം നാശത്തിൻ്റെയും ഉന്നതഭാവം വീഴ്ചയുടെ മുന്നോടിയായി. ഈ നിമിഷം ഒന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം തന്നതെന്ന താലന്തുകൾ, കൃപകൾ, ദൈവം തന്നിരിക്കുന്ന നന്മകൾ നാം അഹങ്കരിച്ചുള്ള വാക്കുകളാണ്. അതായത് എൻ്റെ പ്രയത്നം മൂലമാണ് എനിക്കിത് ചെയ്യുവാൻ കഴിയും, ഞാൻ പറയുന്നത് ആ ക്ഷണത്തിൽ നടക്കുമെന്നൊക്കെ നാം സംസാരിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കണം. ഈ രാജാക്കന്മാരുടെ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ ഇടയാക്കാതിരിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. സദൃശവാക്യം 21:4 ഇപ്രകാരമാണ് പറയുന്നത്: ഗർവുള്ള കണ്ണുകളും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ വിളക്കാണ്, അത് പാപം തന്നെ. ഇത്ര വ്യക്തമായിട്ടാണ് ശലോമോൻ പിതാവ് ഈ അഹങ്കാരത്തെ പറ്റി ഇത്ര വ്യക്തതയോടും പലയിടത്ത് ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവം നൽകിയ ജ്ഞാനത്തിൽ സമ്പത്തെല്ലാം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയ ഒരു വ്യക്തിയായിരുന്നു ശലോമോൻ പിതാവ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കി ദൈവം തന്നെ ശലോമോൻ പിതാവിനെ വ്യക്തമാക്കി സദൃശവാക്യങ്ങൾ ജനത്തിന് നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ജനം വഴിതെറ്റിപ്പോകാതിരിക്കാതെ വേണ്ടി ഈ കാര്യങ്ങളെപ്പറ്റി നമുക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് വചനത്തിൽ കൂടെ. അതിൻ്റെ മുമ്പോട്ട് സദൃശവാക്യം 8:13 ഇപ്രകാരമാണ് പറയുന്നത്: യഹോവ ഭക്തി ദോഷം വെറുക്കുന്നതാകുന്നു. ഗർവ് അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ എന്നിവ ഞാൻ വെറുക്കുന്നു. യഹോവ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട്
നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്നതിൻ്റെ ഒരംശം പോലും, അത് പൂർണ്ണമായി വേണ്ട, 100% വേണ്ട, അതിൻ്റെ ഒക്കെ ഓരോ അംശം പോലും ഉണ്ടെങ്കിൽ കൂടെ പറയുന്നത് എന്താണ്? എന്നിവ ഞാൻ വെറുക്കുന്നത്. യഹോവ വെറുക്കുന്നത് എന്താണ്? ഗർവ, അഹങ്കാരം, ദുർമാർഗ്ഗം, വക്രതയുള്ള വായ. അതാണോ നാം ആയിരിക്കുന്ന ഇടവുകളിലും ശുശ്രൂഷകളിലും നമ്മുടെ പ്രവർത്തന പ്രതികരണം? നാം ഒന്ന് ചിന്തിക്കേണ്ടിയത്. ഇത് പഴയ നിയമമായിരുന്നു. പുതിയ നിയമത്തിൽ 1-2 കാര്യം നാം ഒന്ന് മനസ്സിലാക്കുക. യാക്കോബിൻ്റെ ലേഖനം 4:6 ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൽ എല്ലാം കൃത്യമായിട്ടാണ്, ഒരു മായം ചേർക്കാത്ത വാക്കുകളാണ് യാക്കോബ് ശ്ലീഹ നൽകിയിരിക്കുന്നത്. കാരണം ആ യാക്കോബിൻ്റെ ലേഖനം നാം യഥാർത്ഥമായി വായിക്കുമ്പോൾ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വന്നുപോകുന്ന പാകപ്പിഴകളിലെ ഓരോ കാര്യങ്ങളും അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെയും പറയുന്നത് എന്താണ്? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. കൃപയിൽ വളരണമെങ്കിൽ ജീവിതത്തിൽ താഴ്മയുടെ ആവശ്യമുണ്ട്. നൽകുന്ന കൃപകളിന്മേൽ അഹങ്കരിക്കുകയല്ല, ആ കൃപ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള പൂർണ്ണ ബോധത്തോടെ താഴ്മയോടെ മറ്റുള്ളവരോട് നാം ഇടപെടുമ്പോഴാണ് കൂടുതലായിട്ട് കൃപയിൽ വളരുവാൻ നമുക്ക് കഴിയുന്നത്. ഏറ്റവും അവസാനം 1 പത്രോസ് 5:6 ഇപ്രകാരമാണ് പറയുന്നത്: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരിക്കുവിൻ. ലോകത്തിൻ്റെ മഹത്വത്തിനല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായി നാം ജീവിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. പക്ഷേ താഴ്മയോടെ അതിനായി കാത്തിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, അമായിരിക്കുന്ന മേഖലകളിൽ, ശുശ്രൂഷകളിൽ, പ്രവർത്തന മേഖലകളിൽ എവിടെയുമായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ, അഹന്തയുടെ ഒരു അംശം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇത് മാറ്റേണ്ട സമയം അടുത്തിരിക്കുന്നു. ദൈവം നമുക്കൊരവസരം നൽകിയാണ് മടങ്ങി വരിക. ഇത് കൃപായുഗമായിരിക്കുന്നതിനാൽ, കരുണയുടെ കാലമായിരിക്കുന്നതിനാൽ ദൈവം അവസരം. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നാം വായിച്ച 3 രാജാക്കന്മാരുടെ അവസ്ഥയായിരുന്നായിരിക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ തലകളെ ഉണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വരസ്നാഥ, ഇത്രത്തോളം എൻ്റെ കൃപയിൽ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കാൻ തന്ന സാവകാശത്തിൻ്റെ താനും അവിടുന്ന് പ്രത്യേകിച്ചും വചനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തി, നമ്മുടെ ചിന്തകൾക്കും നിരൂപണങ്ങളും പ്രവർത്തനങ്ങൾക്കും മാറ്റം വരുത്തി അന്ന് ആഗ്രഹിക്കുന്ന രീതിയിലായി തീരുവാൻ സഹായിക്കണേ. എൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് കർത്താവ് അനേകരെ അങ്ങിലേക്ക് ആകർഷിക്കുന്നവരായി തീരുവാൻ കർത്താവെ, താഴ്മയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. എല്ലാ കാര്യത്തിലും അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളെ വഴി നടത്തണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.